ഇത് മെൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹോം അപ്ലയൻസസിലുള്ളത്. അപ്പോൾ അതിൽ നീ ഒരുപാട് ചിലപ്പോൾ ചലഞ്ചസ് നീ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അറിയില്ല, വന്നാലേ അറിയുള്ളൂ. അതൊക്കെ നീ സ്ട്രോങ് ആയി നീ ഡീൽ ചെയ്യണം. മകൾ ആ ഒരു സാമ്രാജ്യത്തിലേക്ക് കയറുമ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കില്ലേ? വാട്ട് ഐ ഡു ഇസ് ഡു എവറിത്തിങ് ഇൻ എ മോഡറേറ്റ് വേ ആൻഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആസ് വെൽ. പലരും മറന്നു പോകുന്ന കാര്യം ഇന്നത്തെ കാലത്ത്. ഇപ്പം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പം അച്ഛൻ തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ്? അച്ഛന് ഒരുപാട് അഡ്വൈസ് തന്നിട്ടുണ്ട്. നമ്മൾ ആരെയും പേടിച്ചോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ഫ്ലെക്സിബിളായോ നിൽക്കേണ്ട ആവശ്യമില്ല. നന്ദലത്ത് ഓഫൻ ഗിവ്സ് ഡിസ്കൗണ്ട്സ് ആൻഡ് ഓഫേഴ്സ്. ഇപ്പോൾ ഓണം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസ്കൗണ്ട്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഉചിതമായ ഫേസ് ഞാനാണെന്നാണ് എൻ്റെ ടീം പറഞ്ഞത്. പഴയ ഹോം അപ്ലയൻസസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങാനുള്ള ഓപ്ഷൻസ് നന്ദലത്തിലുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സ്? ഇപ്പോൾ നന്ദലത്ത് ജിമാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, കിച്ചൺ അപ്ലയൻസസിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെയാണ് പലതരത്തിലുള്ള മിക്സി, ജ്യൂസേഴ്സ്, ബ്ലെൻഡേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം ഒരു ക്ലോത്ത് അയണിങ് സ്റ്റീമർ ഉണ്ട്, സ്റ്റീമേഴ്സ്. ഇതൊന്നും നന്ദലത്ത് ജിമാർട്ടിൽ കിട്ടുമോ എന്നുള്ളത് ആൾക്കാർക്ക് അറിയണ്ടായിരുന്നില്ല. ഏതൊരു ഹോം അപ്ലയൻസസ് ഈക്വൽ കോമ്പറ്റീറ്റേഴ്സിനെല്ലാം തന്നെ ഇതുപോലെ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ വൈ ഷുഡ് വി ചൂസ് നന്ദലത്ത് ജിമാർട്ട്? അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് ട്രസ്റ്റ്. ഗോപു നന്ദലത്ത് ജിമാർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ഐശ്വര്യ നന്ദലത്താണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഗെയിം ചേഞ്ചേഴ്സ്. വെൽക്കം ടു ദി ഷോ മാം. താങ്ക് യു മാം. എപ്പോഴാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻറ്റർ ആവട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അച്ഛനോട് ചോദിച്ചത്? ഞാൻ പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ എന്തെങ്കിലും ലേറ്റർ ഞാൻ തന്നെ ചെയ്യാൻ എന്തെങ്കിലും തുടങ്ങാം എന്നൊക്കെയുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഐ ഗോട്ട് മാരീഡ് 2011 ഐ ഗോട്ട് മാരീഡ്. അത് കഴിഞ്ഞ് ഒരു 7 years ലോങ് ബ്രേക്ക് കഴിഞ്ഞ് ഒരു ദിവസം വൺ ഫൈൻ ഡേ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ എഞ്ചിനീയർ ആണ്, അത് കഴിഞ്ഞ് MBA ഇൻ മാർക്കറ്റിംഗ് ചെയ്ത് 2 ഡിഗ്രിയുമായിട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം തോന്നി, എന്തുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, പ്രൊഡക്റ്റീവ് ആവുന്നില്ല എന്ന്. തിരിച്ച് എൻ്റെ സ്ട്രീമിലോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയോ എന്നുള്ളൊരു കോംപ്ലക്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഏറ്റവും ആപ്റ്റായത് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛൻ, എനിക്ക് ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ അച്ഛൻ ചെറുപ്പത്തിലേ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ അച്ഛൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതും അച്ഛൻ്റെ ഹാർഡ്ഷിപ്പാണ് ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 1 man ഷോയിൽ അച്ഛൻ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്താലോ. എനിക്കറിയുന്നൊരു ബിസിനസ്സുമാണ്, ഇൻ ഡെപ്ത് ആയിട്ട് അറിയില്ലെങ്കിലും ഒരു ഔട്ട്സൈഡറിനേക്കാളും ഉപരി ഫാമിലിയിൽ നിന്ന് കണ്ട് വളർന്നതായതുകൊണ്ട് കുറച്ചുകൂടി ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ അച്ഛനോട് ഒരു ഫൈൻ ഡേ ചോദിക്കുകയും ചെയ്തത്. അച്ഛൻ എനിക്ക് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അതിന് കുറച്ച് കൺസേൺസും കാര്യങ്ങളും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഡസ്ട്രിയിൽ വിമൻ എന്നുള്ള ഒരു സ്ത്രീ എന്നുള്ളൊരു ഒരു ഇമ്പോർട്ടൻസ് വരണേ ഉള്ളൂ. അതായത് ഇത് മെൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹോം അപ്ലയൻസസിലുള്ളത്. അപ്പോൾ അതിൽ നീ ഒരുപാട് ചിലപ്പോൾ ചലഞ്ചസ് നീ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അറിയില്ല, വന്നാലേ അറിയുള്ളൂ. അതൊക്കെ നീ സ്ട്രോങ് ആയി നീ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്തത്. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് വന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചലഞ്ചസ് എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലില്ല. പലരും ചോദിക്കും, അയ്യോ ട്രാവൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് കേരളം ഒട്ടാകെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം കാലത്ത് ഇപ്പോൾ ബ്രാഞ്ച് വിസിറ്റിന് പോകേണ്ടി വന്ന, കാസർഗോഡൊക്കെ വരെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാമെന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു സേഫ് സോണിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി ഫൈൻ. നമ്മളാണ് നമ്മുടെ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതുവരെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും. ആ ബാരിയേഴ്സ് സ്ലോലി ഞാൻ ബ്രേക്ക് ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷെ അതല്ലാതെ എനിക്കൊരു എന്താ പറയുക, ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു വിമൺ ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്നു അങ്ങനെയൊന്നുമില്ല. വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ബ്രാൻഡിൻ്റെ മീറ്റിംഗ്സിന് പോകും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ചിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാനൊരു സ്ത്രീ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് വളരെയധികം എന്താ പറയുക, വളരെയധികം വാം വെൽക്കമിങ് ആണ് അവിടെ കിട്ടാറുള്ളത്. അവരായാലും ഓക്കെ, ഒരു ലേഡിയാണ്, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു ഫീലിലൊക്കെയാണ് അവരെന്നെ കൊണ്ടുപോവുക. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂമെൻ്റ് ആണ്. ആൻഡ് ഐ ഫീൽ ഒരു ലേഡി ആയതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു കാര്യമില്ല. നമ്മൾ നമ്മുടെ കഴിവും നമ്മുടെ മാർക്ക് നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ റെസ്റ്റ് ഇസ് ഓൾ എ മാജിക്. അച്ഛൻ ഗോപു സർ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഈ നന്ദലത്ത് ജിമാർട്ട് എന്ന് പറയുന്നത്. മകൾ ആ ഒരു സാമ്രാജ്യത്തിലേക്ക് കയറുമ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കില്ലേ? റെസ്പോൺസിബിലിറ്റീസ് യെസ് ഈക്വലി ഉണ്ട്. ഇപ്പം അച്ഛൻ്റെ ഒരു തണലിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും യു വിൽ ബി ഗെറ്റിംഗ് ലോട്ട് ഓഫ് പ്രിവിലേജ് ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എല്ലാം ഈസി ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അച്ഛൻ ഹാസ് ഗിവൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. മാത്രമല്ല സെക്കൻഡ് ജനറേഷൻ നിൽക്കുമ്പോൾ
നമുക്ക് ഒരുപാട് റെസ്പോൺസിബിളും ആണ്, നമ്മൾ ഒരുപാട് ആൻസറബിൾ ആണ് പല കാര്യങ്ങളിലും. അച്ഛൻ ചെയ്ത പോലെ മക്കൾ ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനേക്കാളും മക്കൾ നന്നായി ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഭയങ്കര അധികം റെസ്പോൺസിബിൾ ആണ് നമ്മൾ ആ കാര്യത്തിൽ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചാലഞ്ചും അത് തന്നെയായിരിക്കുള്ളൂ. കാരണം മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അച്ഛൻ ഓൾറെഡി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം നമ്മൾ അതിൽ നിന്ന് ഒരു 1, 2, 3 സ്റ്റെപ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെയധികം ചാലഞ്ചുള്ള ഒരു കാര്യമാണ്. ജിമാർട്ട് പോലുള്ള ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു ബിസിനസ് ആണെങ്കിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് എൻഷുർ ചെയ്യാൻ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കാറ്? ജിമാർട്ട് എന്നുള്ള ഒരു സ്ഥാപനം ഇപ്പം നമ്മൾ 41 വർഷമായി നമ്മൾ ഇൻഡസ്ട്രിയിൽ ഈ ഒരു രംഗത്ത് തന്നെ തുടരുന്നു. ഹോം അപ്ലയൻസസ് പതിയെ നമ്മൾ അതിൽ നിന്ന് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലേക്കും മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഹോം ഡെസ്റ്റിനേഷൻ ആണ് ഗോപുനന്ദല ജിമാർട്ട് എന്നുള്ളത്. അപ്പൊ എന്നും ഈ 41 വർഷം നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സെയിൽസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. അപ്പോൾ സെയിൽ നമുക്ക് നടത്തി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭാഗമാണ് ആഫ്റ്റർ സെയിൽ സർവീസ്. അപ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇന്ന് 54ഓളം ഷോറൂംസ് ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ വി മേക്ക് ഷുവർ കസ്റ്റമർക്ക് കിട്ടേണ്ട സർവീസും അത് ഈക്വലി ഓരോ കസ്റ്റമർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാറുണ്ട്. ഇപ്പം എന്തെങ്കിലും ഈ രീതിയിലുള്ള ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ് ഉണ്ടായാൽ കൂടെ വി ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. നല്ല ജിമാർട്ട് അതിൻ്റെ റെസ്പോൺസിബിൾ ആയി. ചില കേസസിലൊക്കെ ചിലപ്പം നമുക്ക് ഡയറക്റ്റ് മെസ്സേജസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് കസ്റ്റമർ, അവർക്ക് റിസോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കും ബ്രാൻഡിനോട്. അപ്പോൾ ദെർബൈ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ മാറ്റി നമ്മൾ കസ്റ്റമറുടെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ എത്രയായാലും അത് ഒരു കസ്റ്റമർക്ക് എത്രയായാലും ഒരു പ്രിവിലേജ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അവരെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മൾ കസ്റ്റമറുടെ കൂടെ നിന്ന് ബ്രാൻഡിനോട് സംസാരിച്ച് അവരുടെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാറുണ്ട്. ആൻഡ് ഇത് തന്നെയാണ് എല്ലാ ഗോപുനന്ദല ജിമാർട്ടിലും നമ്മൾ പറയാറുള്ളത്. നന്ദലത്തിന്റെ ഔട്ട്ലെറ്റ്സ് വിസിറ്റ് ചെയ്യുമ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം അവിടുത്തെ സ്റ്റാഫിന്റെ ദ വേ ദി ട്രീറ്റ് അസ്. കാരണം എപ്പോഴും ഒരു വെൽക്കമിങ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആസ് എ കസ്റ്റമർ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് മാമിന് സ്റ്റാഫ്സുമായിട്ടുള്ള ഒരു റിലേഷൻ? ഞാൻ കസ്റ്റമർ ഒരു റിലേഷൻ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ ഫാമിലി, അതായത് സ്റ്റാഫ് നമ്മൾ പറയുന്നതിനേക്കാളും ഉപരി നന്ദല ജിമാർട്ടിന്റെ ഫാമിലിയാണ് അവരൊക്കെ. അപ്പോൾ അച്ഛൻ അതിൻ്റെ മെയിൻ ബാക്ക് ബോൺ ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പില്ലേഴ്സ് ആണ് അവരൊക്കെ. അപ്പോൾ അവരോട് നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഞാൻ എടുക്കാറുള്ള സ്ട്രാറ്റജി. കാരണം എന്നാൽ മാത്രമാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു വർക്ക്മാൻഷിപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാത്ത രീതിയിൽ നമ്മൾ എന്താ പറയുക, ഭയങ്കര സ്ട്രിക്റ്റ് വേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അറ്റ്ലീസ്റ്റ് ദാറ്റ് ഡസൻറ്റ് വർക്ക്. കാരണം ഫിയർ ഈസ് നോട്ട് ദി ബെസ്റ്റ് മോട്ടിവേഷൻ എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ കസ്റ്റമറിന്റെ ഇന്ററാക്ഷൻസ് നല്ല രീതിയിൽ ആവണമെങ്കിൽ ആ സെയിൽസ്മാൻ അവിടെ ഹാപ്പി ആവണം. ആ സെയിൽസ്മാൻ ഹാപ്പി ആവണമെങ്കിൽ അവനവിടെ അവർക്ക് ഒരു കംഫർട്ട് സോൺ കൊടുക്കണം. അപ്പോൾ ആ കംഫർട്ട് സോൺ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നന്ദല ജിമാർട്ടിന്റെ എല്ലാ സ്റ്റോഴ്സിലും പറയാറുണ്ട്, എല്ലാ സ്റ്റാഫിനോടും പറയാറുണ്ട്. ഒരു കംഫർട്ട് ആയാൽ മാത്രമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയായിരിക്കും കസ്റ്റമർ. അപ്പോൾ അതിഥീനെ നന്നായി ട്രീറ്റ് ചെയ്താൽ മാത്രമാണ്, ഇപ്പം മഹാത്മാഗാന്ധി പറയുന്ന പോലെ കസ്റ്റമർ ഇസ് എ കിങ് എന്ന് പറയുമല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥീനെ നമ്മൾ ഒരിക്കലും മോശമായി ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ ആ രീതിയിൽ വേണം കസ്റ്റമറെ കാണാൻ എന്നാണ് നമ്മൾ സെയിൽസ്മാനോട് കൊടുക്കുന്ന ട്രെയിനിങ്. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് മറ്റേതൊരു അഡ്വർടൈസ്മെന്റിനെക്കാളും കൂടുതൽ ഇമ്പാക്ട് വരുന്നൊരു കാര്യമാണ്. ആൻഡ് മാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നന്ദലത്തിന്റെ ഓരോ പ്രോഡക്ട്സും മാം തന്നെ റിവ്യൂ ചെയ്യുന്നു, മാം തന്നെ അതിൽ വരുമ്പോൾ ഐ തിങ്ക് ആ ഒരു പീപ്പിൾ ടു പീപ്പിൾ ട്രസ്റ്റ് ആണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ? പേഴ്സണൽ ബ്രാൻഡിങ് ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബ്രാൻഡിനെ നമ്മൾ പറയുന്നേക്കാൾ കൂടുതൽ ഓത്തൻറ്റിസിറ്റി വേറെ ആര് പറഞ്ഞാലും ഉണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ ബ്രാൻഡിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അത്രയും സിൻസിയർ ആയിട്ടും അത്രയും പ്യുവർ ആയിട്ട് പറയാൻ പറ്റും. ബാക്കിയുള്ളവർ പറയുമ്പോൾ മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ഓത്തൻറ്റിസിറ്റി ഉണ്ടാവും. എൻ്റെ ബ്രാൻഡിൻ്റെ ഓണർ തന്നെ അതിനെപ്പറ്റി പറയുക. ഞാൻ അങ്ങനത്തെ ഒരു ആശയമായിട്ടാണ് എൻ്റെ ടീം എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത്. ഷീൻ ടെക് എന്നുള്ളൊരു പേജ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തു, യൂട്യൂബിലും ഉണ്ട്. അതിൽ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നന്ദല ജിമാർട്ടിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, TV ഇതൊക്കെയാണുള്ളത്. പക്ഷെ എന്തൊക്കെ മോഡൽസ്, എന്തൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുന്ന സാധനങ്ങൾ
നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ അത് അപ്ലിക്കബിൾ ആവും, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഡേ ടു ഡേ ലൈഫിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ലൈഫ് ഈസിയർ ആവും. കാരണം നമ്മൾ എന്തുകൊണ്ട് ടെക്നോളജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈസിയർ ആവാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടെക്നോളജി വൈസും പ്രൊഡക്റ്റ് വൈസും ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഏറ്റവും ഉചിതമായ ഫേസ് ഞാനാണെന്നാണ് എൻ്റെ ടീം പറഞ്ഞത്. കാരണം ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തുമ്പോഴും കുറച്ചും കൂടെ ഒരു ജെനുവിൻ ആയിരിക്കും എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു. അങ്ങനെ ഞാൻ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു 4 വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മില്യൺ വ്യൂസ് കിട്ടി പല പ്രൊഡക്ട്സിനും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ബ്രാൻഡിന് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടി, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു രീതിയിൽ അപ്സ്കെയിൽ ചെയ്യാൻ പറ്റി. എന്തായാലും ജിമാർട്ട് എന്നുള്ളതിന് കൂടെ അപ്സ്കെയിൽ ചെയ്യാൻ എന്നെയും എൻ്റെ ബ്രാൻഡ് സഹായിച്ചു, ഞാൻ എൻ്റെ ബ്രാൻഡിനെയും സഹായിച്ചു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വളരെയധികം എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. മാത്രമല്ല ഇപ്പോൾ നന്ദല ജിമാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, കിച്ചൺ അപ്ലയൻസസിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെയാണ് പലതരത്തിലുള്ള മിക്സി, ജ്യൂസേഴ്സ്, ബ്ലെൻഡേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം ഒരു ക്ലോത്ത് അയണിങ് സ്റ്റീമർ ഉണ്ട്, സ്റ്റീമേഴ്സ്. ഇതൊന്നും നന്ദല ജിമാർട്ടിൽ കിട്ടുമോ എന്നുള്ളത് ആൾക്കാർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം അത് ഷോപ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണും എന്നല്ല, ഡിസ്പ്ലേയിൽ കാണും എന്നല്ല, അതായത് ശ്രദ്ധ പതിയണം എന്നുണ്ടാവില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളും ഇങ്ങനത്തെ പ്രൊഡക്ട്സുകൾ ചെയ്യുന്നുണ്ട്. ഒരു ലേറ്റസ്റ്റ് ടെക്നോളജീസ് എന്തൊക്കെയാണോ ഗോപുനന്ദല ജിമാർട്ടിൽ വന്നിരിക്കുന്നത് അതെല്ലാം ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ്, അതൊരു സിമ്പിൾ മാന് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്യാറ്. ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ് ഐ വുഡ് സേ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്ന ഒരാളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പേഴ്സണൽ ബ്രാൻഡിങ് ഇന്നത്തെ കാലത്ത് ഒരു മസ്റ്റാണ്. അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ട്രസ്റ്റ് കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അതെ. പിന്നെ ഇപ്പം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അച്ഛൻ തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ്? അച്ഛൻ ഒരുപാട് അഡ്വൈസ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ പറയാനാണെങ്കിൽ എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മൾ ആരെയും പേടിച്ചോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ഫ്ലെക്സിബിൾ ആയോ നിൽക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇഫ് യു 100% ജെനുവൻ, ഇഫ് യു ഹാവ് 100% നമ്മൾ ഇതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക. ആൻഡ് പങ്ക്ച്വാലിറ്റി അച്ഛൻ്റെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കാലത്ത് നമുക്കൊരു ഓഫീസ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ അത് പങ്ക്ച്വൽ ആയിരിക്കണം എന്ന് പറയും. അതുപോലെ കീൻ ഒബ്സർവേഷൻ, നമ്മളെല്ലാം ഒബ്സർവ് ചെയ്ത് പെട്ടെന്ന് എടുത്ത് ചാടാതിരിക്കുക. ഡെസിഷൻ മേക്ക് ചെയ്യുമ്പോൾ ഹിയർ ഫ്രം ഓൾ പോസിബിൾ ആംഗിൾസ്, എല്ലായിടത്തുനിന്നും കേട്ടിട്ടുള്ള ഒരു ഡെസിഷൻ, അതായത് എല്ലാം കേട്ടിട്ട് അതിൽ നിന്ന് നിനക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു ഡെസിഷൻ എടുക്കാനാണ് പറയാറ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ആ ഡിറ്റർമിനേഷനും ഞാൻ അച്ഛനെ നിന്ന് കണ്ടുപഠിക്കാറുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പഴയ ഹോം അപ്ലയൻസസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങാനുള്ള ഓപ്ഷൻസ് നന്ദലത്തിലുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു റീസൈക്ലിംഗ് പ്രോസസ് ഒക്കെ? റീസൈക്ലിംഗ് പ്രോസസ് എന്ന് വെച്ചാൽ ഒരിക്കലും നന്ദല ജിമാർട്ട് ആ പ്രൊഡക്ട്സ് എടുത്ത് പിന്നെ അത് റീഫാബ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഇല്ല. പകരം നമ്മൾ ചെയ്യുന്നത് അത് വെൻഡേഴ്സിന് കൊടുക്കും. അതെടുക്കുന്ന കാറ്റഗറിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഓൾ കേരള നമ്മൾ കൊടുത്തിട്ട് അത് അവർ വന്ന് വീക്ക്ലിയോ അല്ലെങ്കിൽ 10 days കൂടുമ്പോൾ ദേ ടേക്ക് ഇറ്റ് ആൻഡ് ദേ ഡു ഇറ്റ് ഫോർ ദെയർ ഓൺ നീഡ്സ് ഓർ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അവർ യൂസ് ചെയ്യുന്നല്ലാതെ വി ഡോണ്ട് യൂസ് ദ പ്രൊഡക്ട്സ് ഫോർ അഗെയിൻ ആഫ്റ്റർ റീസൈക്ലിംഗ്. അപ്പോൾ അത് നമ്മുടെ നന്ദല ജിമാർട്ടിൻ്റെ ഒരു സ്റ്റോഴ്സിലും ഇല്ല. ബട്ട് വി ഡു ടേക്ക് ഇപ്പം യൂസ്ഡ് പ്രൊഡക്ട്സ് എടുത്ത് അത് വെൻഡേഴ്സിന് ആർക്കാണോ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്ദലത്ത് ഓഫൻ ഗിവ്സ് ഡിസ്കൗണ്ട്സ് ആൻഡ് ഓഫേഴ്സ്. ഇപ്പോൾ ഓണം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസ്കൗണ്ട്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഏതൊരു ഹോം അപ്ലയൻസസ് ഈക്വൽ കോമ്പറ്റീറ്റേഴ്സിന് എല്ലാം തന്നെ ഇതുപോലെ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ വൈ ഷുഡ് വി ചൂസ് നന്ദലത്ത് ജിമാർട്ട്? അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് ട്രസ്റ്റ്. സോ 41 വി ആർ കംപ്ലീറ്റിംഗ് 41 years ദിസ് ഇയർ. 41 years ആയിട്ടും ഒരു ബ്രാൻഡിനെ നമ്മൾ കാണുമ്പം അപ്പോൾ എത്ര ജനറേഷൻ അതിനകത്ത് കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ ചിലർ നമ്മുടെ സ്റ്റോറിൽ വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ അച്ഛൻ പണ്ട് ഇവിടെ നിന്ന് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടി വി നിങ്ങളിൽ നിന്ന് പണ്ട് മേടിച്ച ടി വി അവിടെ ഇരിക്കുന്നില്ലേ, റെഫ്രിജറേറ്റർ അവിടെ ഇരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ദ ജനറേഷൻ പാസിംഗ് ടു അനദർ ജനറേഷൻ വിച്ച് ഇറ്റ് സെൽഫ് പ്രൂവ്സ് അല്ലേ ആ ബ്രാൻഡിനുള്ള ട്രസ്റ്റ് എന്താണെന്നും ആ ബ്രാൻഡിനുള്ള ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ USP എന്ന് എനിക്ക് തോന്നുന്നു. മറ്റു പുതിയ ഒരു ബ്രാൻഡ് വരുന്നതിനേക്കാൾ കൂടുതൽ ഇത്രയും വർഷത്തെ ലെഗസി നിൽക്കുമ്പോൾ ആ ബ്രാൻഡിനോടുള്ള വിശ്വാസം കൂടുക ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ USP. Okay, one last question. How do you manage personal life and professional life? So it's simple as in like, you don't have to think professional life as a burden, I would say. കാരണം നമുക്കതൊരു ബർഡനാന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊക്കെ പ്രശ്നമാണ്, ഇതൊക്കെ സ്ട്രെസ്സാണെന്ന് തോന്നും. ഈവൻ ഐ ഹാവ് സ്ട്രെസ്ഫുൾ ഡേയ്സ് ഉണ്ടാവാറുണ്ട്. ബട്ട് വാട്ട് ഐ ഡു ഇസ് ഐ സ്വിച്ച് മൈസെൽഫ് ടു എ പേഴ്സണൽ ലൈഫിലേക്ക് മോൾഡ് ചെയ്യും. ആസ് ഇൻ ലൈക്ക് ഐ ഡു തിങ്സ് വിച്ച് മേക്സ് മീ ഹാപ്പി.
വെദർ കുഡ് ബി ഡാൻസ് ഓർ ജിം, അങ്ങനെ എന്ത് സംഭവം ആയാലും ഐ വോണ്ടഡ് ടു എൻഗേജ് മൈസെൽഫ്. ഐ ഡു യോഗ, ഐ ഡു ഡാൻസ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദെർബൈ യു ആർ ഡൂയിങ് സംതിങ് ഫോർ യുവർ സെൽഫ് ആസ് വെൽ. അപ്പം അധികം നമ്മൾ ആ ഡേ തീരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും ഞാൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്, അറ്റ്ലീസ്റ്റ് ഐ ഡിഡ് സംതിങ് ഫോർ മൈസെൽഫ്. അതാണ് നമ്മൾ ഒരു ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു ഒരു 20 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പകലില്ലാതെ വർക്ക് ചെയ്താലും 21ാമത്തെ വർഷം നോക്കുമ്പോൾ 20 വർഷത്തിൻ്റെ ഹെൽത്ത് ആയിരിക്കില്ല നമുക്ക് ഉണ്ടാവുക. സോ വാട്ട് ഐ ഡു ഇസ് ഡു എവറിത്തിങ് ഇൻ എ മോഡറേറ്റ് വേ ആൻഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആസ് വെൽ. പലരും മറന്നു പോകുന്ന കാര്യം ഇന്നത്തെ കാലത്ത്. Thanks for watching. Don't forget to like, share, and subscribe for more insightful comparisons and business tips.